ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയുള്ളതാട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹെന്ന വ്ളോഗായിരുന്നു ചെയ്തിരുന്നത്. അന്ന് തന്നെ ഞാൻ ഹെന്ന മാത്രമല്ല ചെയ്തിരുന്ന, ഒരു നോർമൽ ഫേഷ്യലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് ഈ വ്ളോഗ്. ഇത് കണ്ടോ, ഞാൻ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് തലയിൽ ഷവർ ക്യാപ്പൊക്കെ ഇട്ട് റെഡി ആയതാണ്. ഇനിയാണ് ഫേഷ്യൽ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം സെറ്റായി. അപ്പോൾ ആദ്യം തന്നെ അവർ ചെയ്യുന്ന മുഖത്തെ ഇങ്ങനെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് മുഖത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കളയും. എന്നിട്ട് ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഫേഷ്യലിൻ്റെ വീഡിയോ, ഹൈഡ്രാ ഫേഷ്യലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈഡ്രാ ഫേഷ്യൽ വീഡിയോ അത് ഞാൻ അങ്ങനത്തെ ഒരു ഫേഷ്യൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എല്ലാ മാസവും ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ. എല്ലാ മാസവും ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. അതങ്ങനെ എല്ലാ മാസവും കണ്ടിന്യൂസ് ചെയ്യണം എന്നുള്ള ഈ സാധാ ഫേഷ്യൽ വിട്ടിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം എൻ്റെ സ്കിന്നിന് അത് എന്തായാലും പറ്റില്ല. കാരണം കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ അത് എത്രയും ഇങ്ങനെ ശക്തിയിൽ ആ സാധനം വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തൊക്കെ ചുമന്ന പാടൊക്കെ വീഴും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. അത് ചെയ്യുന്നത് ശരിക്കും സ്കിന്നിൻ്റെ ഉള്ളിലത്തെ ചെളി കളയാനായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫേഷ്യലൊക്കെ സാധാരണ നോർമൽ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വല്ലപ്പോഴും അതൊക്കെ ചെയ്യണതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് അവരാദ്യം ക്ലെൻസ് ചെയ്ത് റെഡിയാക്കുകയാണ്. ആദ്യം ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ക്രബ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്ലെൻസിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി അതൊന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ക്രബ് ഇടാൻ തുടങ്ങും. ഇവരുടെ പാർലറിൽ എനിക്ക് ലക്ഷ്മി ചെയ്ത് തരുമ്പോൾ സ്ക്രബ് ഒരു തവണയല്ല 2 പ്രാവശ്യം ഇട്ട് അപ്ലൈ ചെയ്ത് ശരിക്കും എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി സ്ക്രബ് ചെയ്യും. ഞാൻ വേറെ പാർലറും പോയിട്ടുണ്ട് നാട്ടിലത്തുള്ള, പക്ഷെ അവിടെയൊന്നും അവിടെ സ്റ്റീം തന്നെ ചെയ്യാറില്ല. സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ക്രബ് ഇടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അത് ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടോ, ട്രിവാൻഡ്രത്തെ സ്റ്റൈൽ അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് നല്ലതാണെന്ന് തോന്നി. മസാജ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒരുമാതിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര ലെങ്തി ആവാതെയും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ചെയ്യണം എന്നുള്ളവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. അത് ഞാൻ നേരത്തെ പറയുകയാണ്. കാരണം ആരും തന്നെ മുഴുവനൊന്നും വീഡിയോ കാണുന്നില്ല. അപ്പോൾ ഞാനത് അവസാനം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 വട്ടം സ്ക്രബ് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി സ്റ്റീം ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് ആ സ്റ്റീം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അധികം എടുത്തില്ല. കാരണം എൻ്റെ കണ്ണ് മൂടിയേക്കണതുകൊണ്ട് എനിക്കത് വീഡിയോ കറക്റ്റായിട്ടാണോ പിടിച്ചേക്കുന്നത്, ഫോൺ വരേക്കാണോ പിടിച്ചേക്കണേന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. സ്റ്റീം ഒരു 10 മിനിറ്റോളം നമ്മൾ ആവി ശരിക്കും കൊള്ളും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്നും കൂടി സ്ക്രബ് ഇട്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നും കൂടി സ്ക്രബ് ഇട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യുന്നത്.
ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് ജെല്ല് അപ്ലൈ ചെയ്യും. 2-3 വട്ടം ജെല്ല് അപ്ലൈ ചെയ്ത് ശരിക്കും ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. എനിക്ക് ഈ മസാജിങ് ആണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു കാര്യവും ഇത് തന്നെയാണ് കേട്ടോ, മസാജിങ്. നമുക്ക് പെട്ടെന്ന് കൈ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം നേരം ഇത്രയും നേരം ഒന്നിട്ട് ഒരിക്കലും മസാജ് ചെയ്യില്ല. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഞാൻ എല്ലാ മാസമൊന്നും റെഗുലറായിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മസാജ് കിട്ടണം മുഖത്ത് ആവശ്യം തോന്നുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നുമ്പോഴാണ് പോയി ചെയ്യുന്നത്. പിന്നെ ഇത്തവണ സബ്സ്ക്രൈബർ ഒരു കുട്ടി അതിനടുത്ത് റെക്കമെൻഡ് ചെയ്തായിരുന്നു ചെയ്യുമെന്ന്. അത് കുറേ നാൾ മുന്നേ പറഞ്ഞതാണ്. വിഷുവിൻ്റെ സമയത്ത് ഒരെണ്ണം ഇടുന്ന എന്തോ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ വൈകി ഇത്രയും എത്തി, തിരക്കും കാരണം പോകാനൊന്നും പറ്റാഞ്ഞിട്ട് ഇത്രയും വൈകി എൻ്റെ വീഡിയോ വരാനായിട്ടും. അപ്പോൾ മസാജ് ചെയ്യുന്നത് ഇപ്പോൾ ജെല്ല് ഉപയോഗിച്ചിട്ടാണ്, അലോവേറ ജെല്ലിൻ്റെ ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ മസാജ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. അങ്ങനെ ജെല്ല് ഉപയോഗിച്ചുള്ള മസാജിങ് കഴിഞ്ഞിട്ട് ഇനി മസാജിങ് ക്രീം ഇട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത്. അത് കുറേ നേരം ഉണ്ടാവും. അത് ക്രീം ഏതാ ഉപയോഗിച്ചതെന്ന് ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ചെയ്യുന്നത് മസാജിങ് ക്രീം ഇട്ടിട്ടുള്ള മസാജ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖം, നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറങ്ങാത്തത്. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ് ഉറങ്ങിപ്പോയാൻ. അത്രയും സുഖമാണ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ. നല്ലൊരു റിലീഫാണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ശരിയായിട്ടാണോ പിടിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് പതുക്കെ ഇങ്ങനെ കണ്ണുറന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ ഇടയിൽ പോവും, ഉള്ളിൽ പോവും. എനിക്ക് നീറ്റിലൊക്കെ വരും. ഭയങ്കര പാടായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക്. എന്നാലും മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു തവണയല്ല 4 തവണ അവർ മസാജിങ് ക്രീം ഇട്ട് എനിക്ക് മസാജ് ചെയ്ത് തന്നു. ഓരോ തവണയും വ്യത്യസ്തമായ രീതിയിലായിരുന്നു മസാജിങ് ഒക്കെ. അത് ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. മുഴുവൻ കാണാൻ ശ്രമിക്കുക.
അങ്ങനെ നല്ലൊരു മസാജിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആണ്. ഒരു 15-20 മിനിറ്റ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് ഫേസ് വാഷ് ഓഫ് ചെയ്യുള്ളൂ. പാക്ക് റിമൂവ് ചെയ്യേണ്ട സമയമായപ്പോൾ ചുമ്മാ തുടച്ച് വൈപ്പ് ചെയ്തങ്ങ് കളയുമല്ല, അത് പതുക്കെ ഇങ്ങനെ വെള്ളം തൊട്ട് നനച്ച് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്യണ പോലെ എടുത്താണ് അത് കളയുന്നത് കേട്ടോ. അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും മസാജിങ് കിട്ടുന്നതുകൊണ്ടാണ് ഇടയ്ക്കാണെങ്കിലും ഞാൻ ചെന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും മുഴുവൻ വീഡിയോ കാണുക. അപ്പോൾ പാക്കെല്ലാം റിമൂവ് ചെയ്തു, ഫുൾ ക്ലീൻ ആക്കി ഫേസ്. അത് കഴിഞ്ഞപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തരിക കേട്ടോ. ഇനിയിപ്പോൾ പുറത്തേക്കെല്ലാം ഇറങ്ങണം. അപ്പോൾ സൺസ്ക്രീൻ ഇടാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ എന്താ പറയുക ഫേഷ്യൽ ഫുൾ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ ടാറ്റാ, ബൈ ബൈ.